ലാലേട്ടൻ്റെ വൃഷഭ കണ്ടിപ്പോൾ പുറത്തിറങ്ങിയതേ ഉള്ളൂ. അതായത് സാധാരണ ഒരു ലാലേട്ടൻ്റെ സിനിമ കാണാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു തിരക്കൊന്നും ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സിനിമയുടെ പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ തെലുങ്കന്മാരായതുകൊണ്ടായിരിക്കും വേണ്ടത്ര പ്രൊമോഷനോ കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ടായിരിക്കും ആ ഒരു തിരക്ക് ഇല്ലാത്തത്. അത് മാത്രമല്ല ഈ ഒരു സിനിമ നമ്മൾ മലയാളി ഓഡിയൻസിന് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യവും ഒരു സംശയമാണ്. ഇതിൻ്റെ ഒരുപാട് അതായത് പഴയ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു സിനിമ തുടങ്ങുന്നത് തന്നെ ലാലേട്ടൻ്റെ ടൈറ്റിൽ കാർഡൊക്കെ കാണിച്ച് നല്ല രീതിയിൽ അത് എടുത്തിട്ടുണ്ട്. അതായത് ലാലേട്ടൻ്റെ പഴയ കുറേ സിനിമകളുടെ റെഫറൻസ് ഒക്കെ വെച്ചിട്ടാണ് ലാലേട്ടൻ്റെ ടൈറ്റിൽ കാർഡ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. അതൊക്കെ നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല തുടക്കത്തിൽ തന്നെ ലാലേട്ടൻ വരുന്നുണ്ട്, നല്ലൊരു ആക്ഷൻ ഉണ്ട്, അതൊക്കെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അത് ഒരു മലയാളി ഓഡിയൻസിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രമാണ് സംശയം. എനിക്ക് ഈ ഒരു സിനിമ കണ്ടപ്പോൾ ഒരു ആവറേജ് സിനിമയായിട്ടാണ് തോന്നിയത്. പക്ഷേ ഇതിൽ നല്ലോണം പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓരോ വിഷ്വൽ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് എസ്പെഷ്യലി നമ്മുടെ പഴയ കാലഘട്ടമൊക്കെ ചിത്രീകരിച്ചത് വളരെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യം ലാലേട്ടന് ആക്ഷനൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ മലയാളി ഓഡിയൻസ്, അതായത് സാധാരണ ഒരു മലയാള സിനിമ കാണുമ്പോൾ നമ്മൾ എണീറ്റിരുന്ന് കൈയൊക്കെ അടിക്കില്ലേ ലാലേട്ടൻ്റെ ആക്ഷനൊക്കെ കാണുമ്പോൾ. പക്ഷേ ഈ ഒരു സിനിമയിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വർക്കായിട്ടില്ല എന്നാണ് തോന്നുന്നത്. ലാലേട്ടൻ അത്യാവശ്യം എഫേർട്ടൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ ആക്ഷനൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കൈയടിക്കാൻ പറ്റിയ ഒരു സംഭവങ്ങളൊന്നും ഈ ഒരു സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇതിലൊരു സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്, അതായത് കഴിഞ്ഞ ജന്മത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ നായകനായ ലാലേട്ടനെ പറ്റിയ ഒരു കയ്യബദ്ധം, അതിൻ്റെ പേരിൽ ഒരു അമ്മ ലാലേട്ടനെ ശപിക്കുന്നത്, പുത്രശാപം. അപ്പോൾ ലാലേട്ടൻ ഒരു മകൻ ജനിക്കുന്നു. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നു. പിന്നെ പ്രസൻറ്റിലും ഇവർ അച്ഛനും മകനുമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു ശാപം പ്രസൻറ്റ് ജീവിതത്തിൽ എങ്ങനെയാണ് ബാധിക്കുന്നത്, അങ്ങനെയൊക്കെയാണ് ഈ ഒരു സിനിമയുടെ ഒരു കഥ തുടക്കം മുതൽ അവസാനം വരെ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ ഒരു സിനിമയുടെ ആക്ഷൻ ചെയ്തിരിക്കുന്നത് പീറ്റർ ഹെയ്ൻ ആണെന്ന് തോന്നുന്നു. കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പീറ്റർ ഹെയ്ൻ്റെ ഒരു സ്റ്റാൻഡേർഡ് രീതി ഉണ്ടല്ലോ, അത് ഈ സിനിമയിലും നമുക്ക് എല്ലാ ആക്ഷനിലും കാണാനും സാധിക്കുന്നുണ്ട്. എന്തായാലും ടെക്നിക്കലി ക്വാളിഫൈഡ് ചെയ്ത നല്ലൊരു സിനിമ. പക്ഷേ മലയാളി ഓഡിയൻസിന് ഇത് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് സംശയം. വിഷ്വലി നല്ല ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന പല മുഹൂർത്തങ്ങളുണ്ട്. അതായത് നമ്മൾ ബാഹുബലിയൊക്കെ കാണുമ്പോൾ ഉണ്ടായ കുറച്ച് ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അതായത് വിഷ്വലിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ വിഷ്വലി ഇമ്പാക്റ്റ് ചെയ്യുന്ന പല സീനുകളും ഈ ഒരു സിനിമയിലുണ്ട്. തുടക്കത്തിലൊക്കെ നല്ല രീതിയിൽ അത് എടുത്തിട്ടുണ്ട്. പിന്നെ VFXും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെയൊക്കെ ഓക്കെയാണ്. പിന്നെ ഒരു ലാലേട്ടൻ കുതിരപ്പുറത്ത് പോകുന്ന അമ്പ ചെയ്യുന്നൊരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് കോമഡി ആയിട്ടാണ് തോന്നിയത്. കോമഡി എന്നല്ല, ആ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊന്നും അത്ര വർക്കായിട്ടില്ല. അതെനിക്ക് അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു അതൊക്കെ. കാരണം അതിന് മുമ്പത്തെ സീനൊക്കെ വളരെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ കുതിരപ്പുറത്ത് പോകുമ്പോൾ ഒക്കെ എന്താ പറയുക, അതൊരു VFX ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് കാണുന്നവർക്ക്. അപ്പോൾ അതൊക്കെ ഒരു മിസ്റ്റേക്കായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ലാലേട്ടൻ്റെ മകനാൻ അഭിനയിച്ചിരിക്കുന്ന ആ ഒരു പുള്ളിയുടെ പേരെനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു ഒരു കന്നഡ നടനാണെന്ന് തോന്നുന്നു. പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നമ്മൾ മലയാളികളുടെ ആയതുകൊണ്ടായിരിക്കും അതൊന്നും എന്താ പറയുക അത്ര വർക്കാവുന്നില്ല തിയേറ്ററിൽ. പിന്നെ പുള്ളിയുടെ അതായത് ലാലേട്ടൻ്റെ മകനായിട്ട് അഭിനയിച്ച പുള്ളിക്ക് ഒരു നായികയുണ്ട്. നായികയെ കൊണ്ട് എന്താണ് ആവശ്യം ആ സിനിമയിൽ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പുള്ളിയുടെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്തൊക്കെയോ പഴയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി. അങ്ങനെ നടക്കുന്ന ഒരു നടി, പിന്നെ ഒരു സോങ് ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിലൊക്കെ അത് എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മൾ തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റും. എന്നാൽ കൂടെ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു സിനിമയിൽ മിസ്സാവുന്നുണ്ട്. പക്ഷേ എന്തായാലും ഒരു തവണ നമുക്ക് തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. വിഷ്വലി നല്ല ഇമ്പാക്റ്റ് ഉള്ള ഒരു സിനിമയാണ്. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ പോയി നിങ്ങൾ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക.